ഡ്രസ്സ് കിട്ടും, സ്വർണം കിട്ടും, ഉടുപ്പൊക്കെ മാറ്റി ചുരിദാർ ഇടാം. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഈ പരിപാടി. കുറേ തിന്നാൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കാഷ്വൽ ടോക്ക് ആയിരിക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഒരു കുട്ടീൻ്റെ കമൻറ്റ് ബോക്സിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എത്ര പേര് ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, എത്ര പേർക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെടും എന്നറിയില്ല. എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. പക്ഷേ എന്നാലും ആ കുട്ടിയുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കധികം ലാഗ് എടുപ്പിക്കാതെ വീഡിയോയ്ക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഒരു വീഡിയോ കാഷ്വലായിട്ട് എന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ള ഒരാൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. കാരണം ഈ ഒരു കണ്ടൻറ്റൊക്കെ എനിക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ട് ഇതൊരു കാഷ്വൽ ടോക്കായിരിക്കും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ പീരിയഡ്സിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു ട്രോമയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ ഒരുവിധം എല്ലാവർക്കും ഒരു ട്രോമ തന്നെ ആയിരിക്കും, നമ്മളുടെ അതിന് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഐ തിങ്ക് 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ വെക്കേഷനിലാണ് ഞാൻ ആദ്യമായിട്ട് പീരിയഡ്സ് വന്നത്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ കുറച്ച് കാലഘട്ടം ഞാൻ പറയാം. അതായത് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ടിട്ടൊക്കെ ഞങ്ങൾക്ക് ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ, അങ്ങനത്തെ കുറേ ക്ലാസ്സുകളൊക്കെ സ്കൂളിൽ തന്നെ സംഘടിപ്പിക്കുമല്ലോ. അങ്ങനെ ആ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ അന്നത്തെ ഒരു ദിവസം ഫുള്ള് ചർച്ച അതിനെ പറ്റിയിട്ടായിരിക്കും. അങ്ങനെ ക്ലാസ്സിലത്തെ ഫ്രണ്ട്സും ബാക്കി എല്ലാവരും, അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. ബോയ്സിൻ്റെ അടുത്തൊന്നും പറയാൻ പാടില്ല, നമ്മൾ ഗേൾസ് മാത്രം അറിഞ്ഞിരിക്കണം, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗേൾസ് എല്ലാവരും കുറച്ച് നേരം മാറി ഇരുന്നിട്ട് ഞങ്ങൾ ഇതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് അറിയാം നമ്മുടെ ക്ലാസ്സിൽ ഇതെല്ലാ കുട്ടികളായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ചിലർ, ഞങ്ങളൊരു 4-5 പേര് മാത്രമാണ് ആ സമയത്തൊക്കെ ഞങ്ങൾ വലിയ കുട്ടിയാവാതിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവരൊക്കെ വലിയ കുട്ടിയായി എന്ന് വെച്ചാൽ അവരൊക്കെ വലുതായി, അവരെന്തോ ഒരു വേറെ കാറ്റഗറിയാണ്, ഞങ്ങളെന്തോ ഒരു വേറെ കാറ്റഗറിയാണ്. അതായിരുന്നു എൻ്റെ അന്നത്തെ ഒരു മൈൻഡ്. അന്ന് തന്നെ. എന്നിട്ട് ബോയ്സ് ഒക്കെ ചോദിക്കും, എന്താ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായേ അന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അത് വേറെ, അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്യായിരുന്നു. അതൊക്കെ ഒരു കാലം. അന്ന് ഇതിനെ പറ്റിയൊന്നും വലിയ വിവരമില്ലല്ലോ. അങ്ങനെ 6ാം ക്ലാസ് കഴിഞ്ഞു, 7ാം ക്ലാസ് കഴിഞ്ഞു. 7ാം ക്ലാസ് വെക്കേഷനും കൂടി ആയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5 പേരിൽ 3 പേരും കൂടി ആയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ 2 പേരോ 2-3 പേരോ ഒക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെ 8ാം ക്ലാസ് 9ാം ക്ലാസ് വെക്കേഷൻ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ട്യൂഷൻ തുടങ്ങണതിൻ്റെ കുറച്ച് ദിവസം മുന്നേ, എന്ന് വെച്ചാൽ വെക്കേഷൻ കഴിഞ്ഞ് ട്യൂഷൻ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേറ്റാണ് ഞാൻ പീരിയഡ്സ് ആവുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുട്ടിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ആലോചിക്കുക, അന്നൊക്കെ ഉടുപ്പൊക്കെ അല്ലേ കൂടുതലിടാം. ഉടുപ്പൊക്കെ മാറ്റി ചുരിദാർ ഇടാം, അല്ലെങ്കിൽ ഹാഫ് സാരിയൊക്കെ ഉടുക്കാം, സാരി ഉടുക്കുക. അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ ഈ പീരിയഡ്സ് ആയിക്കഴിഞ്ഞാലുള്ള മാറ്റങ്ങൾ. പിന്നെ മറ്റേത് ഈ വീട്ടിലത്തെ ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞുകുട്ടിയാണ് മാറിയിരിക്കുക അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ വലിയ കുട്ടിയായി കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിലൊക്കെ പോയിരുന്ന് സംസാരിക്കാം. അതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊന്നുമല്ല സംഭവം എന്നുള്ളത്. അപ്പം എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്തായിരുന്നു അന്നത്തെ എൻ്റെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, തലേ ദിവസം ഞാൻ പണ്ടൊക്കെ ഈ ഹിന്ദി സീരിയലുകൾ കാണുമായിരുന്നു. നാഗകന്യകയാണെന്നാണ് എൻ്റെ ഓർമ്മ. നാഗകന്യക കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ടി വിയിൽ. അപ്പം ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്ക് നല്ല നടുവേദന, നല്ല കാലുകടച്ചിലേക്ക്, ആകെപ്പാടൊരുമാതിരി അസ്വസ്ഥത. അപ്പോൾ ഹാളിൽ ഇരുന്നിട്ടാണ് ഞാൻ അത്രയും നേരം ടി വി കണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ വന്ന് റൂമിൽ കിടന്നുകൊണ്ടും ടി വി കാണാൻ പറ്റും. അങ്ങനെ റൂമിൽ വന്ന് കിടന്ന് കണ്ടിട്ടും എനിക്ക് ഭയങ്കര നടുവേദനയും ഒരുമാതിരി കാലുകടച്ചിൽ, ഒരുമാതിരി വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലത്തെ ഒരു ഫീല്. അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഫുഡ് കഴിച്ചതിൻ്റെ എന്തെങ്കിലും, വിഷു കഴിഞ്ഞ സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ, ഫുഡ് കഴിച്ചതിൻ്റെ എന്തെങ്കിലും പ്രശ്നമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കി. പിന്നെ സീരിയൽ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കിടന്നുറങ്ങി ക്ഷീണിച്ചിട്ട് രാവിലെ ആയിട്ട് കുളിക്കാൻ പോയപ്പോഴേറ്റാണ് ഞാൻ സംഭവം അറിയണത്. അന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷനോ പേടിയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ നേരെ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു, പിന്നെ അങ്ങനെ കുടുംബക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേച്ചിമാരെയൊക്കെ നല്ല ആഘോഷമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ആഘോഷമായിട്ട് നടത്തിയില്ല എന്നല്ല, എന്നാലും വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വിചാരം എന്താ, കുറേ ഡ്രസ്സ് കിട്ടും, സ്വർണം കിട്ടും, കമ്മൽ, മാലവള, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ. അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ കിട്ടിയിട്ടോ, കുറച്ചൊക്കെ സ്വർണ്ണവും ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വയറുവേദന അൺസഹിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. നല്ല വയറുവേദന പറഞ്ഞു കഴിഞ്ഞാൽ ചാവണ പോലെ വേദന. എനിക്ക് എണീക്കാനോ ഇരിക്കാനോ നടക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് 2 ദിവസം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരിയായിട്ടോ. വയറുവേദന ഒരു ഭാഗത്ത് നിൽക്കട്ടെ, ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു സമയത്ത് എനിക്ക് ഒടുക്കത്തെ ബ്ലീഡിങ് ആയിരുന്നു. എനിക്ക് കണ്ടാക്കി പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചോര കണ്ടാൽ തലയിറങ്ങുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ ഒരുമാതിരി ബാത്റൂമിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് അവിടെ ഒരു തിണ്ട് പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ അങ്ങനെ ഇരിക്കും കുറച്ച് നേരം. കാരണം എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വയറുവേദനയും ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട് ആകെപ്പാട് എനിക്ക് എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് ആലോചിക്കുമ്പോൾ തന്നെ ഓന്നാവും. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെ ഒന്ന്
കുറഞ്ഞു കേട്ടോ. ബ്ലീഡിങ് ആയാലും വയറുവേദനയൊക്കെ ആയാലും കുറഞ്ഞു. ആ സമയത്താണ് ഈ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് തരുന്ന പരിപാടി, തിന്നാൻ തരുന്ന പരിപാടി, കുറേ തിന്നാൻ കിട്ടിയിട്ടുണ്ട്. അത് പ്രത്യേകം പറയണമല്ലോ. കുറേ എന്താ പറയുക, അമ്മയായിട്ടും കുറേ തിന്നാണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ തടിക്കും എന്നൊക്കെ പറയും, പക്ഷെ ഞാൻ തടിച്ചിരുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ തടിച്ചതായിട്ട് അന്ന് ഞാൻ നല്ല മെലിഞ്ഞിട്ടാ, അന്ന് ഞാൻ തടിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു മെയിൻ സാധനം കൂടി ഉണ്ട്, അതായത് ഒരു കുളിയുണ്ട്. അതായത് അമ്മായിമാരൊക്കെ വന്നിട്ട് തോർത്തുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ട് മേല് മൊത്തം മഞ്ഞളൊക്കെ തേച്ചിട്ട് ഈ കിണറ്റിന്ന് വെള്ളം മുക്കി കൊണ്ടുവന്നിട്ട് കുടത്തിൽ തലയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു കുളി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും പുലർച്ചെ നല്ല തണുപ്പത്ത് കുളിക്കാന്നൊക്കെ പറഞ്ഞാൽ കുളിക്കുന്നത് തന്നെ എനിക്ക് ശീലമില്ലാത്തൊരു പരിപാടിയാണ്. അത് പുലർച്ചെയൊക്കെ കുളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ട്രോമ തന്നെയാണ് എനിക്ക് ആലോചിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് പീരിയഡ്സിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഓവർ ബ്ലീഡിംഗ് ഒന്നുമില്ല. അതുപോലെ വലിയ വയറുവേദന ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉണ്ടാവാറില്ല. ഇനി ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത മാസം മുതൽ വയറുവേദന വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പീരിയഡ്സ് എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. പിന്നെ എത്രയൊക്കെ ട്രോമയെന്ന് പറഞ്ഞാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറേ പേരുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര ട്രോമയൊന്നുമില്ല. കാരണം എനിക്ക് അങ്ങനെ തൊട്ടുകൂടായ്മ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ. വീട്ടിൽ എനിക്ക് എവിടെ വേണമെങ്കിലും സ്വാമി റൂം ഒഴിച്ച് ബാക്കി എനിക്ക് എവിടെ വേണമെങ്കിലും കയറാക്കി ഇഷ്ടമുള്ളതൊക്കെ തൊടുക, അങ്ങനത്തെ സീനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര മെൻ്റലി ട്രോമയായിട്ടൊന്നും എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ വയ്യായിക ഉണ്ടാവും, നല്ല ശരീരവേദന, മേലുവേദന, തലവേദന, ഒരുമാതിരി എന്താ പറയുക മൂഡ് സ്വിങ്സൊക്കെ വരിക പറയില്ലേ, അതിൻ്റെയൊക്കെ ഈ എക്സ്ട്രീം ലെവലാവും. എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ അറിയാം. എനിക്ക് ആ ഒരു കുറച്ച് ദിവസത്തിന് ഞാനല്ലാതെയാവും ഭദ്രകാളി കയറിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒക്കെ ഒരവസ്ഥ എനിക്ക് ആദ്യം ഞാൻ നല്ല സന്തോഷമാവും, പിന്നെ ഞാൻ ചിലപ്പോൾ ദേഷ്യത്തിലാവും, പിന്നെ സങ്കടമാവും, പിന്നെ എനിക്ക് മറ്റുള്ളവരെ ചൊറിയാൻ തോന്നും. അങ്ങനെ ആകെപ്പാടെ പ്രാന്ത് പിടിച്ച കുറച്ച് ദിവസങ്ങളായിരിക്കും, ആദ്യത്തെ ഒരു 3 ദിവസം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ പീരിയഡ്സ് എക്സ്പീരിയൻസിനെ പറ്റി പറയാനുള്ളത്. എൻ്റെ പീരിയഡ്സ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പീരിയഡ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ അധികം ലാഗ് അടിപ്പിച്ചില്ല തോന്നുന്നു. അതുപോലെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നും വിട്ടുപോയിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ചുറ്റും കുറേ സൗണ്ടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ സൗണ്ട് കേൾക്കാനില്ല എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞിരുന്നു. അതിനൊക്കെ സോറി. കാരണം ഈ പറഞ്ഞ പോലെ മൈക്ക് മേടിച്ചിട്ടില്ല. എന്തായാലും ഉടനെ മൈക്ക് മേടിക്കുന്നതായിരിക്കും. കുറച്ചൊരു കല്യാണം അങ്ങനെ പരിപാടികളൊക്കെ ഇട്ട് ഫിനാൻഷ്യലി ഒരു ഇത്തിരി ഇതിലായതുകൊണ്ടാണ് ഇപ്പം ഞാൻ മൈക്ക് മേടിക്കാത്തത്. ഉടനെ മൈക്കും ട്രൈപോയിഡും ഒക്കെ ഞാൻ മേടിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.